ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിശീലനം ലഭിച്ചാൽ ഏത് തൊഴിലും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് സമൂഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സംസ്ഥാനത്തെ 13% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ റിപ്പോർട്ട്. മണ്ഡല മകരവിളക്ക് സർവീസുകളിലൂടെ കെഎസ്ആർടിസിക്ക് 38.88 കോടിയുടെ വരുമാനം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് ജില്ലകളിൽ മികച്ച പ്രതികരണം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചെന്നൈയിൽ ഇന്ന് തുടക്കം. ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ദരിദ്രർക്ക് പ്രാധാന്യം നൽകി ജനക്ഷേമം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതിലൂടെ മികച്ച ഫലം ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ 2000 കോടി രൂപയുടെ 8 അമൃത് പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം, സ്വയം പര്യാപ്തത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കാണ് കേന്ദ്രം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവരുടെ പേരിൽ പദ്ധതികൾ ഉണ്ടാക്കിയെങ്കിലും മുൻ സർക്കാരുകളുടെ കാലത്ത് അതിന്റെ ഗുണം പാവപ്പെട്ടവർക്ക് ലഭിച്ചില്ല. എൻഡിഎ അധികാരത്തിൽ എത്തിയ ശേഷം ആ പ്രവണത അവസാനിപ്പിക്കാനായെന്നും ശ്രീ മോദി പറഞ്ഞു. പിഎംഎവൈ അർബനിലൂടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 90,000-ലധികം വീടുകളും അദ്ദേഹം ഗുണഭോക്താക്കൾക്ക് കൈമാറി. ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിൽ ബോയിംഗ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ബോയിംഗ് സുകന്യ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നാളെയും മറ്റന്നാളുമായി പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ 11 മണിക്ക് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2-ന് രാമേശ്വരത്തെത്തുന്ന പ്രധാനമന്ത്രി രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തും. ശ്രീരാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനൊരുങ്ങി അയോധ്യ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20-നാണ് വിഗ്രഹ പ്രതിഷ്ഠാനം നടക്കുക. പ്രതിഷ്ഠാ സ്ഥാപനത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അയോധ്യയിലെ പ്രധാന പാതകളെല്ലാം വൃത്തിയാക്കുന്ന ജോലികൾ പൂർത്തിയാകാറായി. പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാഗമാകും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഓണവില്ലുകൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൈമാറി. ഓണവില്ലുകൾ മറ്റന്നാൾ രാവിലെ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. പ്രത്യേക പൂജകൾക്കും നഗരപ്രദക്ഷിണത്തിനും ശേഷം ഇന്നലെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ഓണവില്ലുകൾ കൈമാറിയത്. ശ്രീരാമന്റെ ശയനമൂർത്തി രൂപം വരഞ്ഞ 2 ഓണവില്ലുകളാണ് കൈമാറിയത്. ചടങ്ങിന്റെ ഭാഗമായി പത്മതീർത്ഥക്കരയിൽ ദീപങ്ങളും പൂക്കളും നിറച്ച് ഭക്തർ പ്രാർത്ഥിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നാമജപ ഘോഷയാത്രകളും കിഴക്കേ നടയിൽ എത്തിയിരുന്നു. ഓണവില്ലുകൾ ഇന്നലെ കൈമാറിയ ശേഷം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് മറ്റന്നാൾ വിമാനമാർഗം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഓണവില്ലുകൾ എത്തിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അർഹരായവരെ പങ്കാളികളാക്കുന്നതിനും വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും പര്യടനം തുടരും. തിരുവനന്തപുരത്ത് ഇന്ന് കരിക്കകം, ചാക്ക എന്നിവിടങ്ങളിലാണ് യാത്ര. ആലപ്പുഴ, ചേർത്തല നഗരത്തിലും മണ്ണഞ്ചേരി, ആര്യാട് പഞ്ചായത്തുകളിലും യാത്രയെത്തും. തൃശൂരിൽ രാവിലെ ചാവക്കാട് നഗരസഭയിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. മലപ്പുറത്ത് തവനൂർ പഞ്ചായത്ത് തല പര്യടനം രാജ്യസഭാ എംപി ഭുവനേശ്വർ ഉദ്ഘാടനം ചെയ്തു. നാളെ ജില്ലയിലെ പഞ്ചായത്ത് തല പര്യടനം പൂർത്തിയാകും. കോഴിക്കോട്ട് രാവിലെ ബീച്ചിലും കിണാശ്ശേരിയിലുമായിരുന്നു പര്യടനം. വൈകുന്നേരം കാരപ്പറമ്പിലും പര്യടനം നടത്തും. കോട്ടയം ജില്ലയിൽ 50 ദിവസമായി പര്യടനം നടത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം തേടി നാളെ സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. ഡിസംബർ 1-ന് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച ഗ്രാമീണ മേഖലയിലെ പര്യടനം 71 ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് ജനുവരി 17-ന് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ സമാപിച്ചു. നഗരസഭയിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഈ മാസം 12-ന് വൈക്കം നഗരസഭയിൽ നിന്ന് ആരംഭിച്ച് ഏറ്റുമാനൂർ, കോട്ടയം നഗരസഭകൾ പിന്നിട്ട് ഇന്ന് പാല, ഈരാറ്റുപേട്ട നഗരസഭകളിൽ പര്യടനം നടത്തുന്നു. നാളെ ചങ്ങനാശ്ശേരി നഗരസഭയിൽ പര്യടനം സമാപിക്കും. വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസുകളും പദ്ധതികളുടെ സേവനത്തിനായുള്ള സ്റ്റാളുകളും നഗര ഗ്രാമ മേഖലകളിൽ ഒരുപോലെ സഹായകമായി.
പരിശീലനം ലഭിച്ചാൽ ഏത് തൊഴിലും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് സമൂഹത്തിന് തിരിച്ചറിവുണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കേരള വനിതാ കമ്മീഷൻ തൊടുപുഴ മുനിസിപ്പൽ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തമിഴ്നാട് ആതിഥേയത്വം വഹിക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഇന്ന് തുടക്കം. ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, ട്രിച്ചി എന്നീ 4 നഗരങ്ങളിലാണ് മേള. ഇന്ന് വൈകിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 31 വരെ നടക്കുന്ന മേളയിൽ 26 കായിക ഇനങ്ങളിലായി 5500ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ 13% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ റിപ്പോർട്ട്. 2017 മുതൽ 20 വരെ ബഹിരാകാശ നിരീക്ഷണത്തിലൂടെ ഡീപ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടം തയ്യാറാക്കി. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും. 2018 പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്ത യുവജനങ്ങളിൽ അധികവും 36നും 40നും ഇടയിൽ പ്രായമുള്ളവരെന്ന് യുവജന കമ്മീഷന്റെ റിപ്പോർട്ട്. തൊഴിൽ ഇല്ലാത്തവരേക്കാൾ ജോലി ചെയ്യുന്നവരാണ് സ്വയം ജീവൻ ഒടുക്കിയിട്ടുള്ളത്. മദ്യം, ലഹരിമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നവരാണ് ആത്മഹത്യ ചെയ്തവരിൽ കൂടുതൽ. 73.3% പേരുടെ കുടുംബാംഗങ്ങളും അതിന്റെ ആഘാതത്തിൽ തുടരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 5 വർഷത്തിനിടെയുള്ള 800ഓളം ആത്മഹത്യകൾ സംബന്ധിച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സർവീസ് വഴി കെഎസ്ആർടിസിക്ക് ലഭിച്ചത് 38.88 കോടിയുടെ വരുമാനം. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ആകെ 1,37,000 ചെയിൻ സർവീസുകളും 34,000 ദീർഘദൂര സർവീസുകളും നടത്തി. ആകെ 64.25 ലക്ഷം ആളുകളാണ് കെഎസ്ആർടിസി വഴി യാത്ര ചെയ്തത്. നട അടയ്ക്കുന്ന നാളെ രാത്രി വരെ ചെയിൻ സർവീസുകളും ജനുവരി 21 പുലർച്ചെ 4 വരെ ദീർഘദൂര സർവീസുകളും ഉണ്ടായിരിക്കുമെന്ന് കെഎസ്ആർടിസി പമ്പ സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബഡ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സംസ്ഥാന കലോത്സവം നാളെ തലശ്ശേരിയിൽ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തില്ലാന എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിൽ 18 ഇനങ്ങളിലായി 296 കലാകാരന്മാർ മാറ്റുരയ്ക്കും. ലളിതഗാനം, നാടൻപാട്ട്, നാടോടി നൃത്തം, മിമിക്രി, പ്രച്ഛന്നവേഷം, ഉപകരണ സംഗീതം തുടങ്ങിയ വ്യക്തിഗത ഇനങ്ങളും സംഘനൃത്തം, ഒപ്പന എന്നീ ഗ്രൂപ്പ് ഇനങ്ങളുമാണ് ഉള്ളത്. ബഡ് സ്ഥാപനങ്ങളുടെ തീം സ്റ്റാളും കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഒരുക്കുന്നുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ബലൂൺ പറത്തൽ നടന്നു. നാളെ രാവിലെ മന്ത്രി എം ബി രാജേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാന വിതരണം 21 സ്പീക്കർ എ.എൻ. ഷംസീർ നിർവഹിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പര്യടനം തുടരുന്നു. ഇന്നലെയാണ് യാത്ര സംസ്ഥാനത്ത് പ്രവേശിച്ചത്. അസമിൽ 833 കിലോമീറ്റർ സഞ്ചരിക്കുന്ന യാത്ര 17 ജില്ലകളിൽ കൂടി കടന്നുപോകും. പര്യടനത്തിനിടെ സംസ്ഥാനത്തെ വിവിധ ഗോത്ര വിഭാഗങ്ങളുമായി ശ്രീ രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. 2 മാസങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത എറണാകുളം കുഴിപ്പിള്ളി ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് വൻ വിജയത്തിലേക്ക്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ഇതുവരെ 35,000 സഞ്ചാരികളാണ് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ എത്തിയത്. 42 ലക്ഷം രൂപയാണ് വരുമാന ഇനത്തിൽ ഇതുവരെ ലഭിച്ചത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായുള്ള റെയിൽപാത നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതിക പഠനം പൂർത്തിയായി. തുറമുഖത്തിന്റെ ഭാഗമായി ബാലരാമപുരം വരെ 9 കിലോമീറ്ററോളം നീളത്തിലാണ് പാത സജ്ജമാക്കുക. ഭൂഗർഭപാതയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാത നിർമ്മാണത്തിനായി കൊങ്കൺ റെയിൽവേയുമായി ധാരണയായിരുന്നു. കോട്ടയത്ത് ഓടുന്ന ട്രെയിനിൽ നിന്നിറങ്ങവെ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പുതുപ്പള്ളി സ്വദേശി അഞ്ചേരി ഇടിശ്ശേരിക്കുന്നിൽ ദീപക് ജോർജ് വർക്കിയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് അടുത്തയാഴ്ച തുടക്കമാകും. ഈ മാസം 25-ന് ഗവർണർ സഭയെ അഭിസംബോധന ചെയ്യും. ഈ വർഷത്തെ ബജറ്റ് അവതരണം ഫെബ്രുവരി 5-ന് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിശീലനം ലഭിച്ചാൽ ഏത് തൊഴിലും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് സമൂഹത്തിന് തിരിച്ചറിവുണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സംസ്ഥാനത്തെ 13% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ റിപ്പോർട്ട്. മണ്ഡല മകരവിളക്ക് സർവീസുകളിലൂടെ കെഎസ്ആർടിസിക്ക് 38.88 കോടിയുടെ വരുമാനം.
കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് ജില്ലകളിൽ മികച്ച പ്രതികരണം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചെന്നൈയിൽ ഇന്ന് തുടക്കം. ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.